ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്ക എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ക്രിസ്മസ് അവധിക്ക് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോയാണ് അതായത്. അപ്പോൾ അവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിന്ന് വീഡിയോയിലുള്ളത്. നമുക്കിന്ന് കുറച്ച് ഏലക്ക എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ പപ്പത ഇവിടെ റബ്ബർ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ പാലെടുക്കാനായിട്ടില്ല, പാലെടുക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ. പാല് കുറവാണ് കേട്ടോ. അപ്പോൾ കാലാവസ്ഥയുടെ ഇതൊക്കെ ആയിട്ട് പാല് കുറവാണ് നമുക്ക് ഇപ്പം ഇങ്ങോട്ടെന്ന് വെച്ചാൽ കുറച്ച് ദിവസം നല്ല വെയിലൊക്കെ ആയി റബ്ബറൊക്കെ വെട്ടി പാലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മഴയാകും കേട്ടോ. അപ്പോൾ പാല് തീരെ കുറയും. അപ്പോൾ ദേ റബ്ബർ വെട്ടി നിർത്തിയിട്ടുണ്ട്. രാവിലെ വെട്ടു കേട്ടോ, മഞ്ഞുള്ളപ്പോഴാണ് കൂടുതൽ പാലൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ഇതുപോലെ റബ്ബർ വെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കും കേട്ടോ. പിന്നെ കാപ്പിക്കുരു നമുക്കൊരു സൈഡിലത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പല ടൈപ്പിലുള്ള കാപ്പി നമുക്കിവിടെയുണ്ട്. ഇപ്പോൾ ഏലക്ക എടുക്കാൻ വേണ്ടി പോവാണ്. ഏലക്ക ഒരുപാടില്ല കേട്ടോ, ഏലക്ക തീരാറായി. അപ്പോൾ ഇതിൽ മിക്കതും എല്ലാം തന്നെ 3/4 ഭാഗവും എടുക്കാറായതാണ് കേട്ടോ. ഒരു 3 ട്രിപ്പ് എടുത്ത ഏലമാണ് ഇത്. അപ്പം ഇനി ബാക്കി കുറച്ച് ഏലക്കയാണ് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു ഏലത്തിൻ്റെ ചെടി വരുന്നത്. അപ്പം ഇതിൽ നിന്ന് ഓരോ കാനി പറിച്ച് വെച്ചാണ് പുതിയ ഏലത്തിൻ്റെ തൈകൾ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഏലമാണ്. നമുക്ക് കൂടുതലും കൃഷിയായിട്ടെന്ന് പറയുമ്പോൾ പശുവൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ മെയിൻ വരുമാന മാർഗം. പിന്നെ റബ്ബറുണ്ട്, ഏലമുണ്ട്, കാപ്പി, കുരുമുളക് എല്ലാം ഉണ്ട് കേട്ടോ. കൊക്കോ, അങ്ങനെ എല്ലാം കൂടെ ആണ് കേട്ടോ നമ്മുടെയൊക്കെ പറമ്പിലാണെങ്കിൽ. ഇപ്പം റബ്ബറെ തന്നെയാണെങ്കിൽ തന്നെ ഒരു സൈഡ് റബ്ബർ വെട്ടും, ഇപ്പുറ സൈഡിൽ റബ്ബറിൽ ഇത് കൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാറുള്ളത്. വലിയ മരങ്ങളല്ല കേട്ടോ റബ്ബറെ, എന്നാൽ വെട്ടി തുടങ്ങിയിട്ട് 4-5 വർഷമായ റബ്ബറിൻ്റെ തൈകളുമാണ് നമുക്കുള്ളത്. ഇവിടെ എല്ലാം ഏലമാണ് കേട്ടോ. ഏലത്തിൽ തീരെ കുറവാണ്. ഇതുണ്ട് റബ്ബറെ കൂടെ ഇങ്ങനെ കൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടിയൊക്കെ കായ്ച്ചു തുടങ്ങിയ കൊടികളാണ്. അപ്പം മുളകൊക്കെ പറിക്കാറായി വരുന്നേ ഉള്ളൂ നമുക്ക്. ഒരു സൈഡിൽ കൊക്കോ ഉണ്ട്. അപ്പം അത്യാവശ്യം ഒരുവിധം എല്ലാം നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുള്ളൻ്റെ ഒക്കെ നമുക്ക് ഉപദ്രവം, നമുക്കതും ഒരു വഴിയേക്കൂടെ ഉണ്ട്. ഒരു 90% റബ്ബറും നമ്മൾ വെട്ടുന്ന റബ്ബറാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മളിവിടെ ഏലക്ക എടുക്കാൻ വേണ്ടി പോകണം. എനിക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ അറിയില്ല കേട്ടോ, എങ്കിലും അത്യാവശ്യം അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പഴവും 2 പച്ചയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ നോക്കാനൊന്നുമില്ല, എല്ലാം തന്നെ എടുക്കാറായതാണ്. തീരെ പിഞ്ചൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. എല്ലാം തന്നെ ഇതുപോലെ മൂത്തതാണ്, പഴുത്തതും നല്ല മൂത്ത കായകളുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ എടുത്തു. അപ്പോൾ ഒരുപാട് കായൊന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ വേനൽക്കൊക്കെ നമ്മുടെ ഒരുപാട് ഏലം നശിച്ചു പോയായിരുന്നു. വെയിലൊക്കെ ആയിട്ട് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് അതുപോലെ നനച്ചു കൊടുത്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഏലമൊക്കെ പിടിച്ച് നിൽക്കുകയുള്ളൂ നമ്മുടെ ഇവിടത്തേക്ക് കാലാവസ്ഥയിൽ. അപ്പം കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത വരുന്ന അവസ്ഥയിൽ നമുക്ക് ഏലവും കൂടെയൊക്കെ കൃഷിയൊക്കെ നനയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് നടപ്പിലാകില്ലല്ലോ. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് കേട്ടോ ഏലക്ക എടുക്കുന്നത്. ചേച്ചിക്ക് നന്നായിട്ട് എടുക്കാനറിയാം കേട്ടോ. അവിടെ ചേച്ചിനെ കെട്ടിച്ച് വിട്ടേക്കുന്ന വീട്ടിൽ ഏലം ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് എടുക്കാറുള്ളത്. അവിടെയൊക്കെ വലിയ തോട്ടങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. രാജാക്കാട് സൈഡാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഏലക്ക എടുക്കുന്നവർക്ക് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കാനറിയാം കേട്ടോ. ഈ ഏലത്തിലൊക്കെ അടുത്ത കൊല്ലമൊക്കെ ആകും കേട്ടോ നല്ല രീതിയിൽ കായൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ പശുവിന് കൊടുത്തിട്ട് ബാക്കിയുള്ള പുല്ലിങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ ഏലത്തിനൊരു തണുപ്പും ആകും. അപ്പോൾ അങ്ങനെ വലിയ കാടൊന്നും കിളിർക്കാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പൊതയിട്ട പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പശുവൊക്കെ തിന്നതിൻ്റെ ബാക്കി പുല്ല് ഇങ്ങനെ കൊണ്ട് തൂളിയങ്ങിടും. അപ്പോൾ ഒട്ടും കാടൊന്ന് കിളിർക്കാതെ ഇങ്ങനെ നന്നായിട്ട് എപ്പോഴും കിടക്കും. ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല AC ക്ലൈമറ്റാണ് കേട്ടോ. ഒട്ടും ചൂടുമില്ല, ഒന്നുമല്ലാതെ. മുളകൊക്കെ ഇത്തവണ തീരെ കുറവാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം അത്യാവശ്യം നല്ല കായ ഉണ്ടായിരുന്നു കൊടിയിലൊക്കെ. ഇത്തവണ തീരെ കുറവാണ്. ഇങ്ങനെ ഇതിലേക്ക് ആയിട്ടുള്ള മുളകൊക്കെ കൂടുതലും ഉള്ളൂ. ഒരു തവണ നല്ല കായാണെങ്കിൽ അടുത്ത തവണ മോശമായിരിക്കും. അങ്ങനെയാണ് കേട്ടോ പൊതുവേ വരാറുള്ളത്. ഏലവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്തവണ പൊതുവേ എല്ലാവർക്കും ഏലക്ക കുറവാണ്, എന്നാൽ വില ഉണ്ട് താനും കേട്ടോ.
ഇതുപോലെ നല്ല ചരമൊക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിറച്ച ഏലക്കയൊക്കെ ആയിട്ടാണെങ്കിലാണ് നമുക്ക് നല്ല വിളവൊക്കെ ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഏലവും ഒന്നും ഇങ്ങനെയല്ല കേട്ടോ നിൽക്കുന്നത്. ഇതൊക്കെ ഉള്ളതിൽ ബെറ്ററാണ്. ഇതിപ്പോൾ എടുത്ത് തീരാറായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ എടുത്ത് വന്ന വഴിക്ക് ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ മുഴുവൻ കട്ടുറുമ്പായിരുന്നു കേട്ടോ. ഒരു 1-2 പുഴു അവിടെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിനെ പിടിക്കാനായിട്ട് വന്ന ഉറുമ്പിൻ്റെ ഒരു പട തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെ ഏലം തവളയൊക്കെ തിന്നിട്ട് പോകും. അതുപോലെ തന്നെ ഒച്ച് ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ ഈ ഏലക്ക. അപ്പം അങ്ങനെയും ഒത്തിരി ഏലക്ക പോകും. പിന്നെ നമ്മുടെ ഈ മുറ്റത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് ശംഖുപുഷ്പം. അതിൻ്റെ വിത്താണ് കേട്ടോ. അതായത് ഞാനും ചേച്ചിയൊക്കെ പണ്ട് കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ ഇത് ബീൻസാണെന്നും പറഞ്ഞെടുത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പണ്ടോട്ടേ വീട്ടിലുള്ള. അപ്പോൾ ഇതിങ്ങനെ വിത്ത് ചാടി ചാടി പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ ഒരുപാട് കഞ്ഞിയും കറിയും കളിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് മൊത്തം ഫുള്ള് ഏലമാണ് കേട്ടോ. ഇതിങ്ങനെ താഴെ വരെയും നമുക്ക് ഏലമാണ്. ഇത്തവണത്തെ വേനൽക്ക് ഏലമൊക്കെ നശിച്ചു പോകാതെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൈഡിലൊക്കെ നല്ല ഏലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ വേനൽക്ക് മുഴുവൻ നശിച്ചു പോയതാണ്. അപ്പോൾ ഇതാണെങ്കിൽ മുറ്റത്തിൻ്റെ തൊട്ട് ചേർന്ന് തൊട്ട് ഫുള്ളിങ്ങനെ ഏലാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗി തന്നെയാണ്. പിന്നെ നമ്മുടെ കദളി വാഴയാണ് കേട്ടോ. വാഴ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. ഇത് കദളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂമ്പ് വെറുതെ കണ്ടപ്പോൾ ഒടിച്ചത്. പക്ഷെ ഇത് കറി വെക്കാൻ കൊള്ളില്ല കേട്ടോ. കദളിയുടെ ഇതുണ്ട്, കാപ്പിക്കുരു പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് പഴുത്തിട്ട് നമ്മൾ പറിക്കാറുള്ളത്. ഇത്തിരി കൂടി ഒന്ന് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 2 ട്രിപ്പിൽ പറിച്ച് തീർക്കാം. ഇത്രയൊക്കെ പഴുത്ത് എല്ലാം ഒന്ന് പഴുത്ത് വരുവാണെങ്കിൽ കുഴപ്പമില്ല. പച്ച പറിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കം കുറവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടാണ് സാധാ നമ്മൾ പറിക്കാറുള്ളത്. പിന്നെ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാവേ. ഞങ്ങളിതിനെ മാലിമുളക് എന്നാട്ടോ പറയുന്നത്. ഇത് കണ്ടോ, നല്ല എരിവുണ്ട് കേട്ടോ. ശരിക്കും ഒരു 2 എണ്ണമൊക്കെ കറിക്കിട്ടാൽ തന്നെ നല്ല എരിവായിരിക്കും. ഇതെല്ലാം റെഡാണ് കേട്ടോ. 2 കളർ ഇവിടെയുണ്ട്. പഴുക്കുമ്പോൾ 2 കളറുണ്ട്. 2 ചൂടാണ് കേട്ടോ. ഒന്നിങ്ങനെ ഒരു റെഡ് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട് കേട്ടോ. പഴുക്കുമ്പോൾ പച്ചയായിരിക്കുമ്പോൾ പച്ച കളർ തന്നെയാണ്. ഇതുപോലെ മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ നല്ല പഴുത്ത ചുവപ്പ് കളറാകും, ഒന്ന് ഇതുപോലെ മഞ്ഞ കളറാകും കേട്ടോ. അപ്പോൾ ഈ പച്ചയും മഞ്ഞയും കൂടെ അതുപോലെ തന്നെ ചുവപ്പും കൂടെ പറിച്ച് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു കളർഫുള്ളാണ് കേട്ടോ. ചീനി ആകെ മൊത്തത്തിൽ കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ കുറച്ച് മുളക് ഇതുകളിങ്ങനെ പഴുത്തതുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ വെറുതെ ഒരു രസത്തിനെയാണ് ഇങ്ങനെ പറിച്ചാണ്. നമുക്കിങ്ങനെ പറമ്പിൽ ഒരുപാട് കാന്താരി ചീനിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനിങ്ങനെ കൂടുതൽ മുളക് ഇങ്ങനെ പഴുത്തൊക്കെ പോകും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പറമ്പിലേക്കൊക്കെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ എടുത്ത് വെക്കും. എന്നിട്ട് പറിച്ചെടുത്ത് വെച്ചിട്ട് ഉണങ്ങി വെക്കും കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇല്ലാത്ത ടൈമിൽ നമ്മൾ ആ ഉണങ്ങിയ മുളക് എടുത്തിട്ടൊക്കെ കറിക്കൊക്കെ അരയ്ക്കുകയൊക്കെ ചെയ്യുന്നേ. ഇതിങ്ങനെ നിറച്ച് കായ്ക്കുകയും ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വളമൊന്നുമില്ല കേട്ടോ. പിന്നെ ഭയങ്കര വേനലൊക്കെ വന്നാൽ ചിലപ്പോൾ പോകുകയും, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് പിഞ്ചിൽ ഇതരിഞ്ഞ് തോരൻ വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി എരിവില്ല, നല്ല തീരെ പിഞ്ച്. അപ്പോൾ ഒരു പാകത്തിന് എരിവൊക്കെ കാണുള്ളൂ. സാധാ തോരൻ വെക്കുന്ന പോലെ വെക്കാം കേട്ടോ. ഇതിൽ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, പോൾക്കാഡോട്ട്. ഇത് പറമ്പിക്കൂടെ മുഴുവനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊക്കോയൊക്കെ ഉണ്ട്. കൊക്കോ നമുക്ക് തീരെ കുറവാണ് കേട്ടോ. റബ്ബർ വെച്ച ടൈമിൽ കൊക്കോ കുറേ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇൻസുലിൻ പ്ലാന്റ് ഉണ്ട്. പണ്ടിത് പപ്പ എവിടുന്നോ കൊണ്ട് നട്ട ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അത് മുറ്റത്തിങ്ങനെ തിണ്ണയുടെയൊക്കെ സൈഡിൽ ഭയങ്കര കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്നൊരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ അത് പറിച്ച് കളഞ്ഞാലും പോകില്ലാത്ത പോലത്തെ പ്ലാന്റ് ആയിട്ടോ. അപ്പം ഞങ്ങൾ ഏലക്ക എടുക്കലൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു 3 മണിക്കൂറൊക്കെ എടുത്തപ്പോഴത്തേക്ക് തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഉണ്ടായിരുന്നുള്ളേ. അപ്പം ഞാൻ ആ മുളകും കൂടെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ട് ഇട്ടിട്ടുണ്ട്, ഏലക്കായുടെ അകത്തേക്ക്. നല്ല കളറല്ലേ. ഞാൻ പഴുത്തത് കുറച്ച് മാത്രമാണ് കേട്ടോ പറിച്ചുള്ളൂ. കുറച്ചും കൂടെ അതിൽ പഴുത്ത നിപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പോകാൻ നേരത്ത് പറിക്കാമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറിച്ചില്ല. പിന്നെ നമ്മുടെ അവിടെ പറമ്പിൽ കിടന്നൊരു ഫ്രാഷൻ ബോട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ കടിച്ച് പൊട്ടിക്കാൻ ഓർത്തപ്പോൾ ഞാൻ ഓർത്ത് പറമ്പിൽ കിടന്നല്ലേ കടിച്ച് പൊട്ടിക്കണ്ട, നമുക്കിത് ഇതുപോലെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിക്കാം കേട്ടോ. നമുക്കിവിടെ പല തരത്തിലുള്ള ഫ്രാഷൻ ബോട്ടുണ്ട്. ഒരു 3 വെറൈറ്റി ഫ്രാഷൻ ബോട്ട് ഉണ്ട് കേട്ടോ.
ഒരു വയലറ്റ് ഉണ്ട്, അതുപോലെ ദേ ഈ ഒരു സാധാ നാടൻ ടൈപ്പ് ഉണ്ട്, പിന്നെ ഭയങ്കര ഒരു മധുരമുള്ള ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ളതാണ്, നാടനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളിയുണ്ട്, നല്ല പുളിയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ നിലത്ത് ചാടി കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല എലിയോ അതുപോലെ രാത്രിയാകുമ്പോൾ മുള്ളൻ പന്നി വരും, അതൊക്കെ ആയിട്ട്. മുള്ളനല്ല, നമ്മുടെ അത് തന്നെ മുള്ളൻ പന്നിയാണ് വരുന്നത്, മുള്ളൻ വരും. അപ്പം ഞാൻ ആദ്യം ഓർത്ത് മരപ്പെട്ടിയൊക്കെ ഇതിൽ നമ്മുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ വരും കേട്ടോ രാത്രിയാകുമ്പോൾ. ചിലപ്പോൾ ഒക്കെ മരപ്പെട്ടി വരുന്നത്, മുള്ളൻപന്നി കൂടുതലായിട്ട് വരും, എല്ലാം ഇങ്ങനെ തിന്നിട്ട് പോകും. അതുപോലെ തന്നെ കാട്ടുപന്നി വരും, എല്ലാം മൊത്തത്തിൽ ശല്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമുക്കങ്ങനെ ഒരു ശല്യക്കേടുകളുണ്ട് മൃഗങ്ങളുടെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് ചേമ്പ് സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോകും കേട്ടോ, ചേമ്പൊക്കെ കൊണ്ടുപോകും, ചേമ്പിൻ്റെ തട വരെ നട്ട് വെച്ചാൽ അവർ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വലിയ ജാതിയായിട്ട് പോലെ അവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരും, അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ കുത്തി കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ ചാക്കൊക്കെ കെട്ടി വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടൊക്കെ കെട്ടി വെച്ചാലും അങ്ങനെ അധികം വലിയ ശല്യം വരില്ല. പിന്നെ അവർ വരുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് പറിച്ചെടുക്കും. കൂർക്കയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കദളിവാഴയുടെ കൂമ്പ്, ഇതിങ്ങനെ കണ്ടപ്പോൾ വെറുതെ പറിച്ചാണ് കേട്ടോ. ഇത് കറി വയ്ക്കാൻ കൊള്ളില്ല, നമ്മളിവിടെ കറി വയ്ക്കാറില്ല. പണ്ട് നമ്മൾ സാധാ പാളയംകുടൻ്റെ അല്ലെങ്കിൽ ഞാലിപ്പൂവിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊളിച്ച് വന്ന് ഈ ഭാഗത്തൊരു കുഞ്ഞിതായിട്ട് വരും, അത് ചുമ്മാ പച്ചയ്ക്ക് കഴിക്കും കേട്ടോ. പിന്നെ തോരൻ വയ്ക്കാനും നല്ലതാണല്ലോ. അപ്പോൾ ഇങ്ങനെ വെറുതെ കണ്ടപ്പോൾ ഇങ്ങനെ പറിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വന്നില്ലേ മരപ്പെട്ടി ഉണ്ടെന്ന്, മരപ്പെട്ടിയാണോ എന്താണെന്ന് അറിയത്തില്ല, ഇതിങ്ങനെ കാപ്പിക്കുരു തിന്നിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ. കാപ്പിക്കുരുവിൻ്റെ ആ ഒരു തൊയ്യൊക്കെ മാത്രം തിന്നിട്ട് പരിപ്പിങ്ങനെ ഇട്ടേക്കും. ഇതൊരു ഏലത്തിൻ്റെ ചോട്ടിൽ കിടന്നാണ്, ഇത് കണ്ടോ, ഏലത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇട്ടിട്ട് പോയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഇഷ്ടം പോലെ പാവയ്ക്കുണ്ട്. ഞങ്ങളിവിടെ കാട്ടുപാവയ്ക്ക, ഷുഗർ പാവയ്ക്ക എന്നൊക്കെ പറയട്ടോ, കുഞ്ഞാണ് കേട്ടോ, തീരെ കുഞ്ഞാണ്. നമുക്കൊരു അരിയാന്നൊക്കെ വെച്ചാൽ ശരിക്കും ചിലതൊക്കെ കൈ പിടിച്ച് അരിയാൻ പോലുള്ള വലിപ്പം കാണില്ല കേട്ടോ. ഞാൻ കാട്ടിത്തരാം, ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്തിരി കൂടെ കഴിയുമ്പം ഇതിപ്പോൾ പറിക്കാം, ഇത്തിരി കൂടി ഒന്ന് ആയാൽ പറിക്കാൻ പാകമാണ്, അത്ര ഇത് മുഴുക്കമുള്ളൂ കേട്ടോ. ഒരുപാട് വലുതൊന്നും ആവില്ല, എങ്കിലും അത്യാവശ്യം ആകും. പിന്നെ കുറച്ചധികം വേണം നമുക്കൊരു തോരനൊക്കെ വെക്കണമെങ്കിൽ. ഒരുപാട് കയ്പ്പൊന്നും ഇല്ല കേട്ടോ, എങ്കിലും കയ്പ്പുണ്ട്, അത്രേ ഉള്ളൂ. ഇതുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് കാപ്പിക്കുരു നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ഇതൊക്കെ പറിക്കാൻ പാകമായതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം കാപ്പിക്കുരുവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. നല്ല പഴുത്ത് വെക്കുന്ന കാപ്പിക്കുരു. അപ്പോൾ ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ ഈ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.